എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. 2 സിനിമകളുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഇതെനിക്കുള്ള പണിയാണെന്ന് എനിക്കറിയാം. ഒരാളിവിടെ മാറി ഒന്ന് ചിരിക്കുന്നുണ്ട്. 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 സിനിമകളുടെ സിനോപ്സിസ് വന്നിട്ടുണ്ട്. ഒന്ന് ഗുഡ് ബാഡ് അഗ്ലി, പിന്നെ നമ്മുടെ സ്വന്തം ആലപ്പുഴ ജിംഖാന. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ സിനോപ്സിസിലേക്ക് കടക്കാം. ഓക്കെ, അജിത്ത് നായകനാവുന്ന സിനിമയാണ്. അതിക് രവിചന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ സിനിമ റിലീസിനെത്തുന്നത് ഏപ്രിൽ 10-നാണ്. ഓക്കേടാ. അപ്പോൾ തുടങ്ങാല്ലേ? എന്റെ കരച്ചില് നിങ്ങൾക്ക് കേൾക്കാം. എന്ത് കരച്ചിലാണ്? ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവന്റോടെ സംസാരിക്കുന്ന കേരളത്തിൽ വേറെ ആരാ ഉള്ളത്? ഒന്ന് പൃഥ്വിരാജും ഒന്ന് ഞാനും. കേട്ടോണം. A fearless Don tries to change his ruthless ways and violent life to live peacefully with his family in society. തെറ്റാതെ ഇവിടെ വരെ എത്തിയെന്ന് അല്ലേ? മാത്രല്ല എന്താ ഒരു സ്റ്റൈല് അറിയാം, പ്രൊനൗൺസ് ചെയ്യുന്നതിന്റെ ഒരു സ്റ്റൈല് ബാക്കി കൂടെ പോരട്ടെ. ഓക്കെ, അർത്ഥം പറയണ്ടേ? അർത്ഥം പറയണല്ലോ, അത് മൊത്തത്തിൽ വായിച്ചിട്ട് പറഞ്ഞാലും മതി. അത് മതി, ഓർമ്മ ഉണ്ടാവില്ല. വിട്ടു പഠിച്ചതൊക്കെ മറന്നു പോകുന്നത്. ചില വാക്കിൽ നിന്ന് പിടിക്കാം. ഓക്കെ, ഈ റൂത്ത്ലെസ്സിലും ആ വയലന്റ് വഴിയിലും പിടിച്ചാലോ ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതായത് പീസ്ഫുള്ളി എന്നുള്ള പിന്നെ നമുക്ക് അറിയാവുന്നതാണ്. പീസ്ഫുള്ളി നമ്മൾ പിന്നെ അങ്ങനെയാണ്. പിന്നെ ഫിയർലെസ്സും ആണ് നമ്മള്. പിന്നെ കണ്ടോ, ഇപ്പൊ ഈ ധൈര്യം കണ്ടില്ലേ? ഫിയർലെസ് ആണല്ലോ. ആ ഒരു കാര്യത്തില് ഞങ്ങളെ കവച്ചൊക്കെ ഒരാളുണ്ടാവില്ല. ഓക്കെ, എന്തായാലും ഒരു പേടിയില്ലാത്തൊരു ഡോണ് ട്രൈ ചെയ്യാണ്. തൻ്റെ റൂത്ത്ലെസ് ആയിട്ടുള്ള വഴികളും അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള വഴികളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നല്ല സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള തീരുമാനത്തിലാണ്. നമ്മുടെയൊക്കെ കിഴി എപ്പിസോഡൊക്കെ കാണുന്നവരായിരിക്കാം. ചിരിക്കുക, സന്തോഷിക്കുക, ലഹരി, നോ ലഹരി, ജീവിതമാണ് ലഹരി എന്നുള്ള ആ ഒരു മൈൻഡിൽ ഈ ഡോണ് വന്നതിൽ തെറ്റില്ല. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ അങ്ങനെ സത്യല്ലേ, കിഴി കണ്ടവർ ഒന്ന് ചിരിക്കാൻ ആഗ്രഹിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഈ കൊച്ചു കണ്ടവന് അച്ചു വേണ്ട, മറ്റേ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊക്കെ പറയുന്ന പോലെ കിഴി കണ്ടവന് എന്ത് വേണ്ട, അത് ദുഃഖം വേണ്ട, അതാണ് ഒള്ളി സന്തോഷം. ഓക്കെ, ഇത് കാണുന്നവരുടെ അവസ്ഥ. അടുത്തത്, however his dark past and brutal actions continue to follow him. എടാ, ഇത് ടിപ്പിക്കൽ സംഭവമാണല്ലോ. മറ്റേതല്ലേ, രാജാതിരാജല്ലേ, എത്ര സിനിമയുണ്ട്. എന്തിന് ഇപ്പൊ ലേറ്റസ്റ്റ് എടുക്കാം, റെട്രോ അല്ലേ, ലിയോ മൊത്തത്തിൽ ഇത് തന്നെയാണോ ഈ വരുന്നതൊക്കെ? ഓക്കെ, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും അല്ലേ, കുറച്ച് സ്റ്റൈൽ ആയിട്ടുള്ള സംഭവങ്ങളിലേക്കാണെന്ന് മാത്രം. എന്താണ് സെയിം സാധനമൊക്കെ തന്നെ. ഇനി ഫിക്ഷൻ പോലെ വരുമോ? ഫിക്ഷൻ ആള് ഭയങ്കരമായിട്ട് ബ്രൂട്ടലായിട്ടുള്ള ഒരു നാറി, ഒരു തെണ്ടി ആയിട്ടുള്ള ഒരു ഡോണ്. ആള് ഭയങ്കര മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നന്നായി നല്ല വഴിയിൽ വരുന്നു. ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം ആളെ ഈ പാസ്റ്റിലുള്ള ഈ കഥാപാത്രങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിലോ? ഇത് നല്ലൊരു ഐഡിയ ആണ്. ഇത് ആൾക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആദിക് രവിചന്ദ്രൻ അടുത്ത സിനിമ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. അടുത്ത സിനിമ മിക്കവാറും അതിലേക്ക് പോകും. ശരിയാണല്ലോ. ഇല്ലല്ലോ, വായിച്ചോളേ, പോട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ആളെ ഫോളോ ചെയ്യുന്നു. He faces them head on and overcomes them. This is അതിന്റെ ആ ശൈലി മാറിയില്ലേ? കുറച്ചും കൂടി ഒന്ന് ആ ഓസ്ട്രേലിയൻ ടച്ചിലേക്കാണ് വരുന്നത്. ഓസ്ട്രേലിയ ശരി, ഞാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നല്ലോ. നാളെ തേർ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി നോക്കി. He faces them head on overcomes them. This is tale of vengeance, ലോയാലിറ്റി ആൻഡ് ദി കോസ്റ്റ് ഓഫ് പവർ. എന്താ ഈ വെങ്കൻസ്? നോക്കേണ്ടി വരും. എന്താണ്, എവിടെ നോക്കിയാൽ കിട്ടും. ഓക്കെ, എനിക്ക് എന്നാലും ആള് ഭയങ്കര ധൈര്യമായിട്ട് ഇതിനൊക്കെ നേരിടുന്നു. നീ ഇതെന്തിനാ ഇപ്പൊ ഈ 2 വീഡിയോന്റെ കാര്യം പറഞ്ഞത്? ഒരൊറ്റ ഒരെണ്ണമുള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതന്നെ ഒരെണ്ണത്തെ നമുക്ക് ഒരു വീഡിയോ ഒപ്പിക്കായിരുന്നു. പിന്നെ എന്താ ഷുവർ അല്ലേ, ആലപ്പുഴ ജിംഖാന അടുത്ത വീഡിയോ ഒക്കെയാലോ.
ശരി, എന്നാ കുറച്ചും കൂടി ഒക്കെ നമുക്ക് പിന്നെ എല്ലാം ആവശ്യമാക്കാം, ഒന്നുകൂടി സൂപ്പറാക്കാം. എന്തായാലും ലിയോ, റെട്രോ, ഈ സിനിമയുടെ ഒക്കെ കഥ ഇത് തന്നെയാണ്. മലയാളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറേ പടങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഡോണ് പരിപാടി കൂടുതലും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ ഭാഷ പോലും അതല്ലേ. പിന്നെ വലിയൊരു ഡോണായിട്ട് ആള് ഇങ്ങനെ ഒതുങ്ങി വരുന്നു, ഒതുങ്ങി ജീവിക്കുന്നു, പിന്നെ വീണ്ടും ഈ എതിരാളികളൊക്കെ അവിടെ തപ്പി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരുമ്പോൾ വീണ്ടും അയാള് പഴയ ആളിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ തന്നെ ഈ ഡോൺ കഥകളൊക്കെ ഇതായിരിക്കും, ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും. അതെ. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഇത്. അത് ഇതിന്റെ സ്റ്റൈലിഷ് പരിപാടികൾ ഇറക്കിയിട്ട് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു തരത്തിലുള്ള ഡോൺ സിനിമകൾ വരുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തൊരു ആള് ബോംബെയിലോ അല്ലെ ഡൽഹിയിലോ അങ്ങനെയൊക്കെ പോയിട്ട് അവിടുന്ന് പിന്നെ ഡോണായിട്ട് മാറുന്നു തിരിച്ചു. KGF മലയാളത്തിൽ എത്ര സിനിമകളാ, അഭിമന്യു, ആര്യൻ, അങ്ങനെ കുറെ കിടക്കുന്നുണ്ട്, ലാലേട്ടന്റെ സിനിമകൾ തന്നെ, ഇതൊക്കെയാണ് മൊത്തം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലൊന്നും വ്യത്യസ്തമായിട്ടൊരു സാധനം വന്നിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കഥയില്ലേ, അത് സംഭവം കൊള്ളാം, അത് ഒരു വെറൈറ്റി ഉണ്ട് ആ സാധനം. അത് നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. മൊത്തം എല്ലാവരും അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ അറിയുന്ന അത് അവിടെ ഒതുക്കത്തിൽ വെച്ചാൽ പോരെ, ഈ കിടന്ന് ഇതിനകത്ത് കൂടി പറയേണ്ട വല്ല കാര്യം വ്യത്യസ്തമായൊരു സബ്ജക്റ്റ് ആണ്, ഞാൻ തിരിച്ചറിഞ്ഞില്ല, അതാണ്. അത് തിരിച്ചറിയുന്ന ആൾക്കാർ അത് സെറ്റ് ആക്കിക്കോളൂ കേട്ടോ. അത് എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്, ആലപ്പുഴ ജിംഖാനെ കൊണ്ട് ഞങ്ങൾ നാളെ വരാം കേട്ടോ. എന്തായാലും ഞങ്ങൾ പോവാണ്, ഇത്രയും എത്തുമെന്ന് വിചാരിച്ചില്ലേ. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ അറിയാം നിന്റെ വിസ അപ്രൂവൽ ആണോ അല്ലയോ എന്നല്ല. ചിലപ്പം ആലപ്പുഴ ജിംഖാനയും കൂടെ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്രൂവൽ അതാ കുറച്ച് മറ്റേ ബ്രിട്ടൻ മാറിയിട്ട് ഓസ്ട്രേലിയ കയറിയില്ലേ അത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, വല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts, obsession. I will not stop, no, I'm never second guessing. I got a God complex. Haters love to hate, but I never feel pressed. Got a lot on my plate, but I never get stressed. I'll take all the pressure like I'm acing this test. Tear it up like I'm Jason. I see the world like it's ready for the taking. I see this place like a game I'm playing. Straight to the bank to collect my payments. No negotiations, it's my way, I was born impatient. And like a damn Freemason, I'll run this nation.